ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഡോണറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ? വയോ. അപ്പോൾ നല്ല അടിപൊളി ഡോണറ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ 1/4 കപ്പ് ഇളം ചൂടുള്ള പാലിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഒരു അരിപ്പ എടുത്തിട്ട് 2 കപ്പ് മൈദയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് നന്നായി പൊടിച്ചെടുത്ത് നമ്മൾ നേരത്തെ അരിക്കാൻ മാറ്റി വെച്ചതിലോട്ട് വെക്കാം. കേക്കൊന്ന് അരിക്കുന്ന പോലെ 3 പ്രാവശ്യം അരിക്കേണ്ട, ഒറ്റ പ്രാവശ്യം അരിച്ച് മാറ്റി വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ബട്ടറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം അതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മിക്സിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഈ മിക്സിനെ നമുക്ക് നേരത്തെ അരിച്ച് വെച്ച ബാറ്ററിലോട്ട് മാറ്റി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് മാവ് പോലെയാക്കി നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഇതാ റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കയ്യിലൊക്കെ തൊട്ട് നോക്കിയാലും ഒന്നും ഒട്ടിപ്പിടിക്കാത്ത പാകത്തിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 2 മണിക്കൂറാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അതിനുശേഷം ഇത് പരത്താൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള മൈദ മാത്രം എടുക്കാൻ പാടുള്ളൂ. ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാറ്റർ കുറച്ച് കട്ടിയായി പോകും. അപ്പോൾ നമ്മുടെ ഡോ ഒട്ടും കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള താഴെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടുള്ള മൈദ മാത്രം ചേർത്തിട്ട് നമുക്ക് നന്നായി ക്ലീൻ ആയിട്ടുള്ള ഒരു കിച്ചൺ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ പരത്തിയെടുക്കാം. ഇപ്പോൾ അതൊരു ബോൾ പോലെ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ചപ്പാത്തിയുടെ അത്രയും കനം കുറയാനും പാടില്ല, എന്നാൽ ഭയങ്കര കട്ടി കൂടാനും പാടില്ലാത്ത ഒരു രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് ഡോണറ്റിൻ്റെ ഷേപ്പ് അറിയാലോ. ആ ഒരു വലുപ്പത്തിനൊക്കെ ഉള്ള ഒരു കറിപ്പാത്രമോ അങ്ങനെ എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് ആ ഷേപ്പ് ആക്കി എടുക്കാം. അതിനുശേഷം അതിനേലും ചെറിയൊരു പാത്രം, ഇപ്പോൾ ഞാൻ എടുത്തത് ഒരു കുപ്പിയുടെ അടപ്പാണ്. ആ കുപ്പിയുടെ അടപ്പ് കൊടുത്ത് ഞാൻ അത് പ്രസ് ചെയ്ത് ഒരു വടയുടെയൊക്കെ ഷേപ്പ് നമ്മുടെ ഡോണറ്റിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ കുപ്പിയുടെ അടപ്പ് പോരാത്തത് കൊണ്ട് ഒരു കത്തി വെച്ചിട്ട് കുത്തി എടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളി ഷേപ്പുള്ള ഡോണറ്റാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അത്രയും ബാറ്റർ കൊണ്ട് നമ്മൾ ഡോണറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് അതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ വെളിച്ചെണ്ണ കാര്യങ്ങളൊന്നും ഒഴിക്കരുത്, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പയ്യെ ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് ഓരോരോ ഡോണറ്റുകളായിട്ട് എടുക്കാം. ഇപ്പോൾ കാണിച്ചതാണ് നമുക്ക് അത്രയും മൈദ എടുത്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഡോണറ്റ്സ് അത്രയാണ്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ വറുത്തെടുത്ത സമയത്ത് ചെറുതായിട്ടൊന്ന് ഷേപ്പിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റ് നോ കോംപ്രമൈസ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആ ഡോണറ്റ് അവിടെ സെറ്റ് ആയി വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അതിൽ തന്നെ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം. പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു, കണ്ടില്ലേ? നല്ല മഴ പെയ്യുന്ന സമയത്തായിരുന്നു ഞങ്ങളിത് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അമൂലിൻ്റെ ചോക്ലേറ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രവും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റ് എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫുള്ളും ചേർക്കാണ്. ഓക്കെ, ഞാനിവിടെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഫ്രഷ് ക്രീമിന് പകരം ഇച്ചിരി വെള്ളമാണെങ്കിലും ചേർക്കാവുന്നതാണ്. ഈ ഫ്രഷ് ക്രീം ജസ്റ്റ് ഒന്ന് നമുക്ക് കുറച്ചും കൂടെ സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. വെള്ളമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഡോണറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ആ ചോക്ലേറ്റിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ഡബിൾ ബോയിലായി വന്ന് നമുക്ക് അതൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് കോട്ടായിട്ട് നമ്മളത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു മിൽക്ക് ചോക്ലേറ്റും കൂടെ എടുത്തിട്ടൊന്ന് ഞാൻ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ അമൂലിൻ്റെ തന്നെ അടുത്തൊരു മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് കുറച്ചുകൂടെ ബട്ടർ ആഡ് ചെയ്തിട്ട് മിൽക്ക് ചോക്ലേറ്റ് ചേർത്തു. ഇനി നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.